ഹമാസ് ഭീകര നേതാവ് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം തുരങ്കത്തിനുള്ളിൽ നിന്നും പുറത്തെടുത്ത ഇസ്രായേൽ സൈന്യം. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ ആശുപത്രിക്കടിയിലായിരുന്നു ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ട തുരങ്ക ശൃംഖല. കഴിഞ്ഞ മാസമാണ് IDF നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ഹമാസ് തലവനടക്കം ഏതാനും ഭീകരർ ഇവിടെ കൊല്ലപ്പെട്ടത്. ഹമാസ് എങ്ങനെയാണ് സാധാരണക്കാരെ യുദ്ധത്തിൽ മറയാക്കുന്നതെന്ന് കാണിച്ചു തരുന്ന സംഭവമാണ് ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, മസ്ജിദുകൾ, സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാലങ്ങളായി ഇസ്രായേൽ പറയുകയും തെളിവുകൾ സഹിതം പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ഖാൻ യൂനിസിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ ആശുപത്രിക്കടിയിൽ തുരങ്കത്തിൽ സൈന്യം നടത്തിയ രഹസ്യ ഓപ്പറേഷനിൽ ഹമാസ് തലവനായ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാർ ഒപ്പം നിരവധി ഹമാസ് ഭീകരരും കഴിയുന്നുണ്ടെന്ന ഷിൻബെറ്റിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ആശുപത്രിക്കടിയിലെ തുരങ്ക ശൃംഖല ലക്ഷ്യമാക്കി ബങ്കർ ബസ്റ്റർ ബോംബ് വർഷിക്കുകയും മുഹമ്മദ് സിൻവാർ ഉൾപ്പെടെയുള്ള ഭീകരരെ വധിക്കുകയും ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇക്കാര്യം ഇസ്രായേൽ പാർലമെന്റിൽ വെളിപ്പെടുത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ മുഹമ്മദ് സിൻവാറിന്റെ ഉൾപ്പെടെയുള്ള മൃതദേഹം സൈന്യം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് തൊട്ടുതാഴെ സൈന്യം തുരങ്കത്തിലേക്ക് വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്യുകയും മൃതദേഹം പുറത്തെത്തിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സിൻവാറിന് പുറമെ ഹമാസ് റാഫ ബ്രിഗേഡിന്റെ കമാൻഡറായ ഭീകരൻ മുഹമ്മദ് ഷബാനയും മറ്റ് ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും IDF അറിയിച്ചു. മറ്റ് ഭീകരരുടെ മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. DNA പരിശോധനകളിലൂടെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുക. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായ യഹിയ സിൻവറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. ഭീകരരുടെ മൃതദേഹത്തിന് സമീപം തുരങ്കത്തിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും വെടിയുണ്ടകൾ, ഡോളറുകൾ, രഹസ്യ രേഖകൾ, ആയുധങ്ങൾ എന്നിവ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം യുദ്ധകാലത്ത് ഹമാസ് ആശുപത്രികളിൽ നിന്നാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നെങ്കിലും ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലോകവും ഇസ്രായേലിന്റെ വാദം തള്ളിക്കളഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.